ആദ്യം നിങ്ങൾ രണ്ടുപേരും ഉള്ളിക്കാരും. ഈ വീട്ടിൽ മുതിർന്ന ആളല്ലേ, മുത്തശ്ശി മുന്നേ നടക്കൂ, ഞങ്ങൾ പുറകെ വന്നോളാം. ആ ആ അത് ശരിയല്ല, നിങ്ങളാണ് ആദ്യം കയറേണ്ടത്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമ. അങ്ങനെ ചിന്തിക്കുന്ന മുത്തശ്ശി ആദ്യം കാലെടുത്ത് വെച്ച എല്ലാം ശുഭമായിരിക്കും. മമ്മി ഡാഡി, ഞങ്ങൾക്ക് വഴി താ, ഞങ്ങൾക്ക് അകത്തേക്ക് പോണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശ്രദ്ധിച്ചു പോണേ. അല്ലേ ഷൈലു, നമ്മൾ 5 പേരല്ലേ ഉള്ളൂ, അത് ഇത്ര വലിയ വീടെന്തിനാ? ഞാനും അത് തന്നെ പറഞ്ഞു മുത്തശ്ശി, പക്ഷെ ആര് കേൾക്കാനാണെന്ന്. മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ടുപോയി റൂം കാണിച്ചു കൊടുക്ക്. പോ മുത്തശ്ശി, ലോങ് ജേണി ആയിരുന്നില്ലേ, ക്ഷീണം ഉണ്ടാവും അല്ലേ. പോയി കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുത്തോ, ഞാൻ അപ്പോഴത്തേക്കും ഭക്ഷണം ഉണ്ടാക്കി തരാം. ദൈവത്തിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ. അമ്മേ ദേവി, ദുർഗാദേവി, പരമേശ്വരി, ഈ ദേവിയുടെ ഫോട്ടോ എവിടെയാ വെക്കേണ്ടത്? ഇവിടെ വെക്കാം. അമ്മേ മഹാമായേ, ദുർഗാ പരമേശ്വരി അമ്മേ, എല്ലാവരെയും രക്ഷിക്കണം. അസുഖങ്ങളൊന്നും വരുത്താതെയും ദുഷ്ടശക്തികളിൽ നിന്നെല്ലാം രക്ഷിച്ചു ഈ വീട്ടിലുള്ള എല്ലാരെയും അനുഗ്രഹിക്കണേ അമ്മേ. വളരെ നല്ലതാ മമ്മി, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാവ്യ, എന്ത് പറ്റി മുഖം ഇരിക്കുന്ന? എന്താ നിന്റെ മുഖത്ത് ഇപ്പോഴും ദേഷ്യമുള്ള പോലെ ഉണ്ടല്ലോ. ഈ വീട് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മമ്മി, അവിടുന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ആ പാവയിൽ നിന്നോ? അറിയില്ല മമ്മി. ഓക്കെ, ഇനി അങ്ങനെ വന്ന് എന്നെ വിളിച്ചാൽ മതി. ഐ ലവ് യു മമ്മി. ഗുഡ്. വികൃതിയൊന്നും കാണിക്കാതെ രണ്ടാളും ഒരുമിച്ച് കളിക്കണം. മുത്തശ്ശി ബുദ്ധിമുട്ടിക്കാതെ മുത്തശ്ശി പറയുന്നത് കേട്ട് രണ്ടാളിരുന്നോണം. കേട്ടല്ലോ? ഓക്കേ മമ്മി. ഇപ്പൊ ഞാൻ കണ്ണടയ്ക്കാൻ പോവാണ്. രണ്ടാളും ഉമ്മ തന്നെ. ഗുഡ് ഗേൾസ്. ഇനി ഞാൻ എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കട്ടെ. പോട്ടെ. ഓക്കേ മമ്മി.
ഹലോ ഹലോ, മൈ ഡിയർ കിളവി, ഇപ്പൊ എവിടെയുണ്ട്? ആരാടാ കിളവി? ഇനി ഒരു തവണയും കൂടി കിളവി എന്ന് വിളിച്ചാ എന്റെ കണ്ണടിച്ച് ഞാൻ പൊട്ടി. ദേഷ്യപ്പെടല്ലേ മുത്തശ്ശി? ഫോൺ ചേച്ചിക്ക് കൊടുത്തേ. ശരി, കൊടുക്കാം. ഹായ് സായ്, എന്തൊക്കെയുണ്ട്? പഠിച്ചോണ്ടിരിക്കുക ചേച്ചി. നിങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നു. നിനക്കോ? ഞാൻ നന്നായിരിക്കുന്നു ചേച്ചി. കുട്ടിമോൾക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇപ്പൊ എങ്ങനെയുണ്ട് ചേച്ചി? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. നീ എപ്പോഴാ വരാ? പരീക്ഷ കഴിയുമ്പോ കൂട്ടുകാരുടെ കൂടെ കൂട്ടിക്കൊന്ന് പോണോന്നുണ്ട് ചേച്ചി. അപ്പൊ നീ ഇങ്ങോട്ട് വരുന്നില്ല അല്ലേ? അതെ ചേച്ചി. അലിയിലൊന്ന് ഫോൺ കൊടുത്തേ. ശരി, കൊടുക്കാം. പറയടാ സായി, എന്നോണ്ട് അലിയ വിശേഷം? നീ ഇല്ലാത്തതുകൊണ്ട് പരമ സുഖോടാ. എന്നാളി അങ്ങനെയൊക്കെ പറയുന്നത്? പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് പേടിയാ അലിയ. അലിയൻ എന്തെങ്കിലും ചെയ്യണം. 2 എരുമ വാങ്ങിച്ചു തരാം, വളർത്തടാ. അലിയ സീരിയസ് ആയിട്ട് പറയാ അലിയ. ആദ്യം പരീക്ഷ എഴുതി പാസ്സാക്ക്, അതിനുശേഷം നോക്കാം. അലിയ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താടാ? അലിയ അത്യാവശ്യമായിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ വേണം. 2 lakhs ഉള്ളി. എന്ത്? അലിയ എനിക്ക് കോള് കയറി വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. 2 ലക്ഷം മറക്കല്ലേ അലിയ? ഓക്കെടാ, ബൈ. എന്ത് അർജന്റ് ആണാവോ ആർക്കറിയാം. ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ. ശരി മുത്തശ്ശി, പോയി കിടന്നു തന്നെ. ശരി മോനെ. ആ, വാ 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 മക്കള് വാ, പോയി കിടക്കാം. Night, കുട്ടീസ്. Good night, Good night, Daddy. വാ. രാഹുൽ, എനിക്ക് സംസാരിക്കാനുണ്ട്. അതിനെന്താ? നിനക്കെന്നെ സമ്മാവശ്യമുണ്ടോ? എന്നാന്ന് വെച്ചാ പറ. പറഞ്ഞ രാഹുൽ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ആദ്യം പറ. സ്കൂള് പൂട്ടിയില്ലേ? അതിന് ജെനിയും കാവ്യയും ബോറടിച്ചിരിക്കും ഇവിടെ. അവരെ പുറത്തെവിടെയെങ്കിലും തീം പാർക്കിൽ കൂട്ടിക്കൊണ്ടു പോയാ അവർക്ക് ഒത്തിരി സന്തോഷമാവും. ശൈലു, നിനക്കറിയാമല്ലോ ഞാൻ നല്ല ബിസിയാണ്. ഇതല്ല, നീ തന്നെ നോക്കിയാ മതി. മുത്തശ്ശിയും കൂടെ കൂട്ടി ഹാപ്പി ആയിട്ട് പോയിട്ട് വാ. ഓക്കെ? ലൈഫ് മുഴുവൻ കോംപ്രമൈസ് ആണല്ലേ? കുട്ടികൾക്ക് ഇതിനിടയിൽ ഒരു സ്ഥാനമില്ലേ? അച്ഛൻ നമ്മുടെ കൂടെ വരുന്നില്ലെന്ന് അവർ ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? നീ എന്ത് വേണമെങ്കിലും ചെയ്യേ, എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിക്കില്ലേ. എന്തെങ്കിലും പറഞ്ഞ മൂക്കത്ത ചുണ്ടി എന്തെങ്കിലും ചോദിച്ചാലോ അപ്പൊ ഫീൽസ് ആവും. നിങ്ങളൊന്നും മാറ്റാനേ പറ്റില്ല. ഈ സമയത്ത് ആരാ വാതിൽ മുട്ടുന്നത്? നല്ല ഉറക്കം വരുന്ന സമയം. ഓ, സമയം 12. ആരായിരിക്കും ഇത്? കഥകില് മുട്ടുന്ന ശബ്ദം കേട്ടോ? ആരെയും കാണുന്നില്ലല്ലോ. നോക്കാം. കാവ്യ, ഉറങ്ങാതെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശിയുടെ അടുത്ത് കളിച്ചത് മതി. വാ. മുത്തശ്ശി. കാവ്യ, കാവ്യ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താ നടക്കുന്നത്? ഞാനാണല്ലോ കുട്ടികളെ ഉറക്കിയത്. പോയി നോക്കിയിട്ട് വരാം.
മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കോ? അമ്മേ ദേവി കാളി പരമേശ്വരി മഹാമായെ കാത്തുരക്ഷിക്കണേ. ഭഗവതിയെ ഈശ്വര എന്തെല്ലാം ആണോ. ദേവിയെ കാത്തുരക്ഷിക്കണേ. അമ്മേ മഹാമായെ ഭഗവതിയെ കാണിക്കല്ലേ. സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റണേ ദേവി. സർവേശ്വരി മഹാമായെ സംസ്ഥാപനവും പൊറുക്കണേ. കുടുംബത്തെ മുഴുവനും കാത്തുരക്ഷിക്കണേ ഭഗവാനെ. ഗണപതി ഭഗവാനെ സർവേശ്വരി മഹാമായെ ശ്രീ മുരുക ആഞ്ജനേയ സംസ്ഥാപനവും പൊറുക്കണേ. സർവേശ്വരി മഹാമായെ കുടുംബത്തോടെ കാത്തുരക്ഷിക്കണേ. ദേവി മഹാലക്ഷ്മി താനേ മഹേശ്വരി കാത്തുരക്ഷിക്കണേ. സംസ്ഥാപനവും പൊറുക്കണേ. രാഹുൽ കോഫി. താങ്ക് യു. കാവ്യ നിനക്ക് ബൂസ്റ്റ്, ജെനി നിനക്ക് ഹോർലിക്സ്. മമ്മി എനിക്ക് ബൂസ്റ്റ് വേണ്ട, എനിക്ക് ഹോർലിക്സാ വേണ്ടത്. ഇതെന്താ ഇങ്ങനെ? കുറച്ചു മുമ്പ് നീ പറഞ്ഞത് ബൂസ്റ്റ് വേണമെന്നല്ലേ, ഇപ്പൊ നീ പറയുന്ന ഹോർലിക്സ് വേണമെന്ന്. അതൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് ഹോർലിക്സ് തന്നെ വേണം. എന്താ ഇത് കാവ്യ, നിനക്ക് വികൃതി കൂടി വരികയാണല്ലോ. ആദ്യം ഒന്നും ചോദിക്കുന്നു, പിന്നെ വേറൊന്നും ചോദിക്കുന്നു. അത് സാരല്ല മമ്മി, എനിക്ക് ബൂസ്റ്റ് തന്നോ, അവൾക്ക് ഹോർലിക്സ് കൊടുത്തോ. ഗുഡ് ഗേൾ ഉണ്ട് ജെന്നി, എന്ത് കൊടുത്താലും അഡ്ജസ്റ്റ് ചെയ്യും. നിന്നെ കൊണ്ടാണ് ബുദ്ധിമുട്ട്, കുട്ടി പിശാച്. അപ്പോ ഞാൻ ബാഡ് ഗേൾ ആണോ ഡാഡി? മോള് ഗുഡ് ഗേൾ അല്ലേ? മൈ സിസ്റ്റർ ഈസ് വെരി സ്മാർട്ട് ഗേൾ. നിങ്ങൾ രണ്ടുപേരും സ്മാർട്ടല്ലടാ മക്കളെ. അപ്പൊ മമ്മി എന്നെ കുട്ടിപ്പിശാചെന്ന് പറഞ്ഞതോ? ഡാഡി എനിക്കൊരു സംശയം, ദൈവം എന്നാൽ എന്താ, രാക്ഷസി എന്ന് പറഞ്ഞാൽ എന്താ? രാക്ഷസി എന്ന് വെച്ചാൽ ചീത്ത, ദൈവം എന്ന് പറഞ്ഞാൽ നല്ലത്. ഓക്കെ, കറക്റ്റ് ആയിട്ടാ പറഞ്ഞത്. ആരും തൊട്ട് പ്രാർത്ഥിക്കാം. കുലദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതെന്താ ഇത്? നീ തൊട്ടാണ് ദീപമാണെങ്കിൽ പോയല്ലോ. എന്താ നടക്കുന്നത്? ശകുനം മോശമാണല്ലോ. എന്താ മുത്തശ്ശി, കാട്ടില് ദീപം അണഞ്ഞു പോയതിന് മോശ ശകുനമോ? അതുമല്ല, ഇതെങ്ങനെ മോശ ശകുനമാവുന്നത്? എന്താ ഈ പറയുന്നത്? നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് വിശ്വാസമുണ്ട്. മനസ്സ് അസ്വസ്ഥമാണ്. ഇവിടെ വന്നേ പിന്നെ എല്ലാം മോശമായിട്ടാ നടക്കുന്നത്. മനസ്സാകെ വിങ്ങുന്നു. മുത്തശ്ശിക്ക് വയസ്സായില്ലേ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഈ സമയത്ത് വർക്ക് ചെയ്യണ രാഹുൽ? ഈ സാരിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ടുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് മീ പ്ലീസ്. ബെഡ്റൂമിന് പ്രോജക്ട് വർക്കാണ് രാഹുൽ. സമയം 12 മണിയായി. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് രാഹുൽ. ശൈലു, ഇമ്പോർട്ടന്റ് വർക്കുണ്ട്. ഡോണ്ട് ഡിസ്റ്റർബ് മീ പ്ലീസ്. ഡേ ആൻഡ് നൈറ്റ് വർക്ക് വർക്ക് വർക്ക്. വർക്ക് ഫ്രം ഹോം ആണോ? ഓഫീസിൽ പോയി പണിയെല്ലാം ചെയ്താ പോരെ? വീട്ടിൽ വന്നാൽ ഇത് തന്നെ ശല്യം. എന്തായാലും നിങ്ങൾക്ക് വർക്കിലുള്ള ഇൻട്രസ്റ്റും ഇന്റൻഷനും ഒന്നും ഇപ്പൊ എന്നോടില്ല. ഒരിക്കലും എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രാധാന്യവും നൽകിയിട്ടില്ല. പിന്നെ എന്നെ എന്തിനാ കല്യാണം കഴിച്ചേ? പ്രോജക്ട് ഡെഡ്ലൈനിലാണ് ശൈലു. അതുമല്ല, നിനക്ക് ഞാൻ എന്താ കുറവ് വരുത്തിയേ? നിനക്ക് ഇഷ്ടമുള്ള തുണികള്, ആഭരണങ്ങള് എല്ലാം തന്നെ നിനക്ക് ഞാൻ മേടിച്ചു തന്നിട്ടില്ലേ? ഈ വീട് കൂടെ നിന്റെ പേരിലല്ലേ? ഇതെല്ലാം നിനക്ക് വേണ്ടിയല്ലേ? ശരി രാഹുൽ, എന്നാല് ജീവിതത്തില് ഇത് മാത്രമല്ല മുഖ്യം. തുണികള്, ആഭരണങ്ങള്, കാറ്, ഫാം ഹൗസ്, ഇത് മാത്രമാണ് ജീവിതം. ഉള്ളി വർക്കായി എന്താ ചെയ്യാം? നിങ്ങൾ എനിക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കണം. Even I need some private time. എന്റെ പേഴ്സണൽ കാര്യങ്ങൾ, ഫീലിംഗ്സ് ഇതെല്ലാം എനിക്ക് നിന്നോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? അത് മാത്രമല്ല, എനിക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ട് രാഹുൽ. ഭർത്താവിനോടും കുട്ടികളോടുമൊപ്പം സിനിമയ്ക്ക് പോകണം, റിലേറ്റീവ്സിന്റെ ഫംഗ്ഷൻസിന് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? മക്കളെ കൂട്ടി സിനിമയ്ക്ക് പോ, സന്തോഷമായി. ഇഷ്ടപ്പെട്ട ഫംഗ്ഷന് പൊക്കോ. പണം വേണോ? എത്ര വേണോ എടുത്തോ.
ബട്ട് എന്റെ വർക്കിൽ ഡിസ്റ്റർബ് ചെയ്യില്ലേ? പ്രോജക്ട് ഡെഡ്ലൈൻ ഇല്ല. ദയവായി അത് മനസ്സിലാക്ക്. ഞാൻ ഒരുത്തി കുട്ടികളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നതും ഭർത്താവിന്റെ കൂടെ പോകുന്നതും തമ്മിൽ വ്യത്യാസമില്ല രാഹുൽ. അതിൽ നിന്നും കിട്ടുന്ന ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ അതൊന്നും പണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല രാഹുൽ. എന്റെ തലയിലെഴുത്ത് ഏത് നേരത്താണ് അവർക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ തോന്നിയത്? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? ബുദ്ധിയില്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കല്ല ബുദ്ധിയില്ലാത്തത്. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഒച്ച വയ്ക്കുന്നോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? അനാവശ്യം പറഞ്ഞ മോന്തയ്ക്ക് തരും. എന്നെ അടിക്കാൻ കാണട്ടെ. എന്നടി നീ കുറെ നേരം വരുമോ? ഇത് എപ്പോ നോക്കിയാൽ അടി ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ വെട്ടാൻ പറ്റില്ല. പുലർച്ചെ അമ്പലത്തിൽ പോയിട്ട് മന്ത്രവാദി സ്വാമിയെ കാണണം.